മലയാളം നമസ്കാരം. സുസ്ലോൺ എനർജി ഇന്നലെ അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ ആ റിസൾട്ട് മാർക്കറ്റിൽ കാര്യമായിട്ട് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തോടു കൂടിയാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. പക്ഷെ കാര്യമായിട്ട് മാർക്കറ്റ് അതിനോട് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചൊന്ന് നെഗറ്റീവായോ എന്നൊരു സംശയമുണ്ട്. കാരണം ജസ്റ്റ് പെട്ടെന്നുള്ള ഒരു റവന്യൂവിൻ്റെ ചേഞ്ചസും അല്ലെങ്കിൽ ഒരു പ്ലസും കണ്ടപ്പോൾ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പ് പോയിട്ട് പിന്നെ ഒരു പ്രോഫിറ്റിലൊരു ചെറിയൊരു ഡൗൺ സൈഡ് കണ്ടിരുന്നു. ഏകദേശം ഒരു 6% പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ. അപ്പോൾ അത് മാർക്കറ്റ് ഒന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടൊന്ന് ന്യൂട്രൽ അല്ലെങ്കിൽ ആ നെഗറ്റീവിലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ സത്യത്തിൽ ഞാൻ ഇതിന് കാണുന്നത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടായിട്ടാണ് സുസ്ലോൺ എനർജി. കാരണം റവന്യൂ 5468 കോടിയാണ് അവരുടെ ഈ വർഷത്തെ Q4 റവന്യൂ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 3774, അതായത് കഴിഞ്ഞ വർഷത്തെ Q4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 45% ഒരു അപ്പ് മൂവ്മെന്റ്. ബെസ്റ്റ്, ഒരു സംശയം വേണ്ട, അത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സെക്ടർ, പവർ സെക്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് റിന്യൂവബിൾ സെക്ടറിൽ. പിന്നെ പ്രോഫിറ്റ് 1114 കോടി കഴിഞ്ഞ വർഷത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1181 കോടിയായിരുന്നു. ഒരു ഏകദേശം 6% ഒരു ഡിക്രീസ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു? ഒരു സംശയം വേണ്ട, ഇവരുടെ റവന്യൂലോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിലോ ഇതിലൊന്നും ഈ പ്രോഫിറ്റ് അതൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ 2025 ഗവൺമെന്റിൽ ഡിഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, അതായത് ഇവർക്ക് ടാക്സിൽ ഒരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം 600 കോടി ടു 635 കോടിയൊക്കെ. അത് ഇവരുടെ പ്രോഫിറ്റ് ബുക്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇതിൽ കൊണ്ടുവന്നിരുന്ന കാര്യം. അതാണ് ആ ഒരു ഡിഫറൻസ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട യാതൊരു കാര്യം ഇവിടെ കാണുന്നില്ല. പിന്നെ എബിറ്റ 964 കോടി കഴിഞ്ഞ വർഷത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 39% ഒരു ഇൻക്രീസ്. പിന്നെ മാർജിൻ 17.6, 18.4 ആയിരുന്നു. അത് ഓക്കെ, ചെറുതായിട്ട്, പക്ഷെ അത് നമ്മൾ വിട്ടുകളയാം, കാരണം അത് വലിയൊരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡെലിവറി ബെസ്റ്റ് 860 മെഗാവാട്ട്, ഏകദേശം 1 ജിഗാവാട്ട്, അതായത് വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്. ഏകദേശം 710 മെഗാവാട്ടിൽ നിന്ന് ഏകദേശം 830 മെഗാവാട്ടിലേക്കുള്ള ഒരു നല്ലൊരു ഗ്രോത്ത് ആയിട്ട് നമുക്കത് കണക്കൂട്ടാം. പിന്നെ ഓർഡർ ബുക്ക് ഫാന്റാസ്റ്റിക് 6 ജിഗാവാട്ട്. ഇവരുടെ ഈ വർഷത്തെ ഡെലിവറി എന്ന് പറയുന്നത് ഏകദേശം 2.5 ജിഗാവാട്ട് ആണെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 6 ജിഗാവാട്ട് ആണെങ്കിൽ ഏകദേശം 2 കൊല്ലത്തേക്കുള്ള പ്രൊജക്ട് ഇവരുടെ കയ്യിൽ ഓൾറെഡി കയ്യിലിരിപ്പുണ്ട്. പക്ഷെ ഓക്കെ, ഇവരെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഇവരുടെ ഡെലിവറീസിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ, ഒരു 1.5 കൊല്ലം അറ്റ്ലീസ്റ്റ് പ്രൊജക്ട് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട്. ഇത് കണ്ടിന്യൂസ് ഓർഡർ ഫ്ലോ പൈപ്പ് ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഇതാണ്. വിൻഡ് എനർജി സെക്ടറിൽ സ്പെഷ്യലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഭയങ്കര കാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സെക്ടറിൽ കാര്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം ഇന്ത്യയുടെ ഗ്രോത്തിന് പവർ സെക്ടറിന്റെ ഇമ്പ്രൂവ്മെന്റ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഹൈബ്രിഡ് പ്രൊജക്റ്റുകൾ, അതിലും ഇവർക്കൊരു ഫോക്കസ് ഇവർ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജി എന്നുള്ള ഒരു ടാഗ് ലൈൻ മാറി ഇപ്പോൾ അതൊരു ക്ലീൻ എനർജി എന്നുള്ള ഇതിലേക്ക് പോകണം. അതാണ് ഇവരുടെ അടുത്തൊരു നമ്മൾ പറയില്ലേ, ഒരു സുസ്ലോൺ 2 എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സോളാർ എനർജി ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ ഹൈബ്രിഡ് പ്രൊജക്റ്റുകൾ, പിന്നെ ബാറ്ററി സ്റ്റോറേജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്, ഇങ്ങനെ ഇതിലേക്ക്. പിന്നെ ഇവരെ വേറൊരു ന്യൂസ് വന്നിട്ടുള്ളത് കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ യൂറോപ്പിൽ കാര്യമായിട്ടുള്ള ഒരു എക്സ്പാൻഷൻ 2008 ക്രൈസിസിന് ശേഷം ഇവർക്ക് വന്നിട്ടുള്ള എല്ലാ ലൂസും യൂറോപ്പ് അവിടെയുള്ള പല കമ്പനികളെയും ടേക്ക് ഓവർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷം ഇവർ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും യൂറോപ്പിലേക്ക് എൻട്രി ചെയ്യണം. അത് പുതിയ ടർബൈൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇപ്പോൾ ഇവരുടെ 3.1 മെഗാവാട്ട് എന്നുള്ള ഇവരുടെ ഏറ്റവും ബെസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ ടർബൈന് പകരം യൂറോപ്പിലെ സിറ്റുവേഷൻസ് അനുസരിച്ച് ഒരു 4.5 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ടർബൈൻ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് വേറെ സ്കോപ്പുള്ളത് ഇന്ത്യൻ ഓഫ് ഷോർ വിൻഡ് എനർജി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. കോസ്റ്റ്ലിയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് അത് ഓൾറെഡി സർവേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗുജറാത്ത്, തമിഴ്നാട് കോസ്റ്റിലൊക്കെ ഇത് ഇൻസ്റ്റലേഷനുള്ള ഒരു പ്ലാനും ഉണ്ട്. അങ്ങനെ
ഒരുപാട് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ കോസ്റ്റ്ലി ആയതുകൊണ്ട് കുറച്ച് അതൊരു ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും മേക്കിംഗ് ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനിക്ക് തന്നെയാണ് അവിടെ ഏറ്റവും വലിയൊരു സ്കോപ്പ് കാണുന്നത്. അപ്പോൾ ഈ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഒരു ബമ്പർ റിസൾട്ട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുസ്ലോണ്ട ഷെയർ പ്രൈസിൽ അത് വലിയ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തു. കാരണം ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് 40% ഷെയർ പ്രൈസ് കയറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ലോങ് ടേം പർപ്പസിൽ ഇതൊരു നല്ലൊരു സ്റ്റോക്കായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഒരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും കാണണ്ട. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ബ്രോക്കേഴ്സായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ്. അപ്പോൾ ബൈ.